വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോണത് ഉരുളൻകിഴങ്ങും മുട്ടയും വെച്ചിട്ട് ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ മുട്ടയും ഉരുളൻകിഴങ്ങും ഫ്രൈ ആക്കണം നേരിയതായിട്ട്. അപ്പോൾ നമുക്ക് അതിന് പോവാം. ഞാൻ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ, അതിൽ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇടണം. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ മുട്ട ഇതിൽ ഒന്ന് ഫ്രൈ ആക്കണം. അപ്പോൾ മുട്ട ഫ്രൈ ആയതിൻ്റെ ഞാൻ ഇതെടുക്കാം. പിന്നെ ഉരുളൻകിഴങ്ങ് ഇത് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചതാണ്, 2 വിസിൽ വെച്ചിട്ട്. അത് ഇത് നമ്മളത് ഫ്രൈ ആക്കണം. ഉരുളൻകിഴങ്ങ് ഫ്രൈ ആയി നേരിയതായിട്ടായാൽ മതി കേട്ടാ. ഒരു പാത്രത്തിലേക്ക് എടുക്കാത്. പിന്നെ ചെയ്യേണ്ടത് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 3 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ, 2 കറുവപ്പട്ട ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകം. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വെക്കാം. പിന്നെ 2 സവോള ചെറുതായി അരിഞ്ഞത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി വീട്ടാം. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആവണ്ടേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 3 പച്ചമുളക് നടുകീറിയത്, പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ വേപ്പില. എല്ലാം അതൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. നമ്മൾ വെച്ച സവോളയൊക്കെ ഏതാണ്ട് ഫ്രൈ ആയി തുടങ്ങി. പിന്നെ അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇടാം. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ. പിന്നെ ഗരം മസാല. അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 3 സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ടിട്ടുണ്ട്. ഇത് തക്കാളിക്ക് പകരമാണ് ഞാൻ ഇത് വീത്തിയാകുന്നത്. നേരെ ഒരു പുളിയിട്ട. നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉരുളൻകിഴങ്ങ് ഇടാം. അതുപോലെ മുട്ട. നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം നീട്ടണം. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടത്. ഇവിടെ കറി തിളച്ചു. എന്നിട്ട് അവസാനം നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിൽ വീത്താം. ഇതൊന്ന് പതുക്കിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ
ഉരുളൻകിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ള കറി തയ്യാറായി. അപ്പോൾ നമ്മുടെ മുട്ടയും ഉരുളൻകിഴങ്ങും വെച്ചിട്ടുള്ള കറി റെഡിയായി. എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളട്ടെ. അതുപോലെ നിങ്ങൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് ഇത് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.